മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് ഉത്തരവിറക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമടക്കം നൽകിയ 4 ഹർജികളാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ പരിഗണനയുള്ളത്. വിവരങ്ങൾ AT അശ്വതി നൽകും. അശ്വതി, സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോൾ താളം തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇന്നത്തെ ഹൈക്കോടതിയിലെ ഹർജി എത്രത്തോളം നിർണായകമാണ്? നിബീഷ്, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജി കൂടി വരുന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയ സർക്കുലർ ചോദ്യം ചെയ്തുള്ള 4 ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിലാണ് ഇന്ന് ഇതിലൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഇടക്കാല ആവശ്യത്തിന്മേലാണ് കോടതി ഇന്ന് തീരുമാനം എടുക്കുക. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും പുതിയ സർക്കുലർ നിയമപരമാണെന്നുമാണ് ഇതിൽ സർക്കാരിന്റെ വാദം. കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന ഒഴിവാക്കുകയായിരുന്നു പുതിയ പരിഷ്കാരം. അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് സിഗ്സാഗ് ഡ്രൈവിംഗും പാർക്കിങ്ങും ഉൾപ്പെടുത്തി. ഒപ്പം ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിംഗ് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ലെന്നും, അതായത് ലൈസൻസ് എടുക്കുന്നതിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ലെന്നും പുതിയ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രധാനമായും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ചോദ്യം ചെയ്യുന്നത്. ഈ പരിഷ്കരണം പ്രഖ്യാപിച്ചിറക്കിയ സർക്കുലർ പിൻവലിക്കുന്നത് വരെ സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെയും തീരുമാനം. ഇതിന്റെ ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി ഉത്തരവ് വളരെ നിർണായകമാണ്. സർക്കാർ ഇത് കേന്ദ്ര നിയമത്തിന് അനുസൃതമാണ് എന്ന് വ്യക്തമാക്കുമ്പോഴും ഈ ഹർജിക്കാർ ഈ വാദം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തീരുമാനത്തിന് അനുസൃതമായിരിക്കും ഈ സമര പരിപാടികൾ എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. നിബീഷ്, ശരി അശ്വതി, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് ഇന്നുണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. വിവരങ്ങളാണ് AT അശ്വതി നൽകിയത്.